ചിലത് വഴിയരികിൽ വീണു. വഴി എന്ന് പറഞ്ഞാൽ എന്താ? വഴി എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമില്ലാത്തൊരു മനസ്സാണത്. അത് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. വഴി എന്ന് പറഞ്ഞാൽ അതായത് ഈ വചനം സ്വീകരിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഹൃദയം. പക്ഷെ അവർ പള്ളിയിലൊക്കെ വരും, വചനപ്രഘോഷണത്തിനൊക്കെ ഇരുന്ന് തരും. ഇപ്പം നമ്മൾ ചെന്നിട്ട് പറഞ്ഞാൽ അവർ കേൾക്കും, സന്നദ്ധതയോടെ കേൾക്കുകയും ചെയ്യും. പക്ഷെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതിനകത്തൊരു വലിയ ദാഹമൊന്നുമില്ല. അപ്പോൾ അതാണ് വഴി. അതിൻ്റെ ഈ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്താ? ഇൻട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ കാര്യം ഇതിൻ്റെ വില അറിഞ്ഞുകൂടാ. ഈ വഴി നിൽക്കുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട്. വഴി നിൽക്കുമ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്, ഒരുപാട് ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി കാര്യത്തിനിടയിൽ ഈ കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു വില അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഈ അങ്ങനെയുള്ള ഹൃദയം ഉണ്ടല്ലോ, വഴിയത്. ആ വഴിക്കകത്തോട്ട് ഈ വചനം കയറില്ല. ആരുടെയും കുറ്റമല്ലത്, അതിനകത്ത് കയറില്ലത്. കാരണം പല കാര്യത്തിൽ ഒരു കാര്യമാണ് അവർക്ക് വചനം കയറില്ല. അപ്പം എന്ത് ചെയ്യുന്നു? അത് വിതച്ചു, വിത്ത് അവിടെ വീണു. പക്ഷെ ഇയാൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്, വിത്തിനെ വേണ്ട പോലെ പരിഗണിച്ചില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞ് വേറൊരു കാര്യം ശ്രദ്ധിക്കാൻ പോയപ്പോൾ ഇത് സാത്താൻ വന്ന് എടുത്തുകൊണ്ട് പോയി. സാത്താൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വിതയ്ക്കപ്പെട്ട ഏത് വചനവും എടുത്തോണ്ട് പോകാൻ പിശാച് നിൽപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വിതയ്ക്കപ്പെട്ട ഉടനെ പിശാച് എടുത്തോണ്ട് പോയി. അപ്പൊ എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഈ ദൈവവചനത്തോട് അദമ്യമായ ഒരു ദാഹം നമുക്കില്ലെങ്കിൽ വിതയ്ക്കപ്പെട്ട ഈ വചനം പിശാച് എടുത്തോണ്ട് പോകും, നഷ്ടപ്പെട്ടു പോകും. മത്തായി ഇതിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് ഒരു അഡീഷണൽ വിവരം കൂടെ നമുക്ക് തരുന്നുണ്ട്. എന്തോ തരുന്നതെന്നറിയാം? അദ്ദേഹം പറയുന്നുണ്ട്, ഈ വചനം കേട്ട് ഗ്രഹിക്കാത്തവരിൽ നിന്ന് പിശാച് എടുത്തോണ്ട് പോകുന്ന പറയുന്നത്. വചനം കേട്ടിട്ട് അത് ഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയാമോ? അതായത് എന്ത് വചനം കേട്ടാലും നമ്മുടെ ജീവിതത്തോട് അതെന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നതാണ് ഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ അകത്ത് കയറും, നമുക്കത് മനസ്സിലാവും. എന്നോട് ഇതാണ് ഈ വചനം സംസാരിക്കുന്നത്. ഇപ്പൊ കർത്താവ് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങില്ല. സങ്കീർത്തനം 16:8 അങ്ങൊരു വചനം കേട്ടെന്ന് വെച്ചോ. കർത്താവ് എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങില്ല. ഇപ്പം നിനക്ക് പട്ടിണി ഉണ്ടെന്ന് വെച്ചോ, പ്രശ്നം ഉണ്ടെന്ന് വെച്ചോ, മുന്നോട്ടുള്ള വഴി എന്താണെന്ന് ഉറപ്പില്ലെന്ന് വെച്ചോ, ഈ വചനം കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്നോട് എന്താ സംസാരിക്കുന്നത്? എനിക്ക് ഈ പ്രശ്നം എല്ലാം ഉണ്ട്, പക്ഷെ ഞാൻ കുലുങ്ങില്ല. കാരണം എന്താണ്? കർത്താവ് എൻ്റെ എന്ന് പറയുമ്പോൾ നീ നിൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഉണ്ട് കർത്താവ്, ഞാൻ കുലുങ്ങില്ല. അപ്പം അത് ഗ്രഹിച്ചു. മറ്റുള്ള ഒരാൾക്ക് വേണ്ടി വചനം കേൾക്കരുത്. മനസ്സിലായി? ഒരു വചനം കേൾക്കുന്ന സമയത്ത് അവരെ ഇത് സഹായിക്കാം, അവരെ അല്ല, നമ്മളെ ഇത് സഹായിക്കണം, നമ്മളോടിത് സംസാരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതാണ് വചനം കേട്ടിട്ട്